സ്ക്രീനിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ വഴിയരികിൽ ചെടികൾ, ചെടികളിൽ പൂക്കൾ, പൂക്കളിൽ തേനീച്ചകൾ. 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. തേൻ എന്ന പാഠഭാഗമാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക, പുസ്തകത്തിൽ ശ്രദ്ധിക്കുക. നിഴൽ ചാർത്തുകൾ നിറഞ്ഞ വന്യനിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ തൻ്റെ കുതിരയുമായി അലഞ്ഞു നടന്നു വരുന്ന ഗ്രാമീണനായ യാക്കൂബിലാണ് സെമികപ്ലനോഗു സംവിധാനം ചെയ്ത് 2010 പുറത്തിറക്കിയ തേൻ ബാൽ എന്ന ടർക്കിഷ് സിനിമ ആരംഭിക്കുന്നത്. കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ നിറഞ്ഞ മലഞ്ചെരിവുകളിലൊന്നിലെ പിന്നാക്ക ഗ്രാമക്കാരനാണയാൾ. കരടികൾ കട്ടെടുക്കുന്നതിനാൽ വൻമരങ്ങളുടെ മേൽച്ചില്ലകളിലാണ് തേൻകൂടുകൾ സ്ഥാപിക്കുന്നത്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത്. യുവതിയായ ഭാര്യയും 6 വയസ്സുകാരൻ യൂസഫ് എന്ന മകനുമാണ് അയാൾക്കുള്ളത്. കാട്ടിനുള്ളിൽ ഇന്നും യാക്കൂബ് വന്നിരിക്കുന്നത് തേൻ തേടിയാണ്. മരക്കൊമ്പുകളിലൊന്നിൽ നീളൻ കയർ എറിഞ്ഞു കുടുക്കി അത് പിടിച്ച് കയറുകയാണയാൾ. മുകളിലെത്തും മുമ്പ് കമ്പ് പാതിയടർന്ന് യാക്കൂബ് താഴോട്ട് വീഴുകയാണ്. ഇടയ്ക്ക് എങ്ങോ തടഞ്ഞ കയറിൽ തൂങ്ങി മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആടി നിൽക്കുന്ന യാക്കൂബിൻ്റെ മുഖത്തിൻ്റെ സമീപ ദൃശ്യം നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുക തന്നെ ചെയ്യും. മരക്കൊമ്പ് അടരുന്ന ശബ്ദത്തോടെ ദൃശ്യം ഇരുട്ടിലേക്ക് മാഞ്ഞ് ടൈറ്റിലുകൾ തെളിയുന്നു. പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ടുണരുന്ന യൂസഫ് കിടക്കയിൽ പാതി മയക്കത്തിലുള്ള അച്ഛനോട് കണ്ട സ്വപ്നം വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വിലക്കുന്നു. സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ല, അവ അലിഞ്ഞില്ലാതായി പോകും. യൂസഫ് അച്ഛൻ്റെ കാതിൽ സ്വപ്നം മന്ത്രിക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അവൻ കണ്ട സ്വപ്നം എന്താണെന്ന് നമ്മളും കേൾക്കുന്നില്ല. സംസാരിക്കുമ്പോൾ വിക്കുള്ള യൂസഫ് അതുകൊണ്ട് തന്നെ ലജ്ജാലുവും അന്തർമുഖനുമാണ്. ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കെ വായിക്കാൻ അവന് ഒരിക്കലും സാധിക്കുന്നില്ല. ഒരു വാക്കിനപ്പുറം അവന് പറയാനും ആവുന്നില്ല. പക്ഷേ അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കണ്ടെത്തിക്കഴിഞ്ഞു. വളരെ പതുക്കെ, മന്ത്രണം പോലെ സംസാരിക്കുക. വേറെ ആരോടും യൂസഫ് സംസാരിക്കുന്നില്ല, അമ്മയോട് പോലും. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേയുള്ളൂ, അതവൻ്റെ അച്ഛനാണ്. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല, പോകുന്നതും വരുന്നതും തനിച്ചാണ്. ചിലപ്പോൾ അച്ഛൻ്റെ പരുന്ത് മരച്ചില്ലകളിലൂടെ പറന്ന് അവന് വഴിക്കൂട്ടുകൂടും. വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവച്ചിരിക്കുന്ന സ്ഫടിക പാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട്. അവനറിയാം അത് അണിയാൻ ഒരു നാളും അവന് കഴിയില്ലെന്ന്. ഒഴിവു ദിവസങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിലിരിക്കും. മരപ്പലകകൾ കൊണ്ട് തേൻ കൂടുകൾ പണിയുന്ന അച്ഛൻ്റെ പണിപ്പുരയിൽ ഒരു നാൾ അവൻ ഒരു തടിക്കഷ്ണം ചെത്തി ഒരുക്കിയത് കാണുന്നു. ഒരു കളിപ്പാട്ടം പോലും സ്വന്തമായി ഇല്ലാത്ത യൂസഫിന് ആ വഞ്ചി രൂപം ഇഷ്ടമായി. പിന്നീട് പലപ്പോഴായി ആ തടിക്കഷ്ണം ഒരു പായ് വഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം അച്ഛൻ സുഹൃത്തിൻ്റെ മകന് അത് നൽകിയതായി അവന് തോന്നി. വിഷമത്തോടെ അവൻ അച്ഛനോട് ആ വഞ്ചി എവിടെ എന്ന് ചോദിക്കുന്നു. അത് കടലിലേക്ക് ഒഴുകിപ്പോയി കാണും എന്ന മറുപടി അവനെ ചൊടിപ്പിക്കുന്നു. ഈ ദേഷ്യം അവൻ ക്ലാസ്സിൽ വെച്ച് അടുത്തിരിക്കുന്ന ഹംദിയോട് പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ഗൃഹപാഠ പുസ്തകം മാറ്റിവെച്ചാണ്. അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ ഒരു അടുപ്പമുണ്ട്. നേർത്ത സ്വകാര്യം പറച്ചിലിലൂടെയും ചേർന്നുള്ള യാത്രകളിലൂടെയും അത് കൂടുതൽ സുദൃഢമാകുന്നു. മലഞ്ചെരുവിലെ പൂക്കളെയും മരങ്ങളെയുമെല്ലാം യൂസഫിന് പരിചയപ്പെടുത്തുന്നുണ്ട് യാക്കൂബ്. ഇലച്ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. യാതൊരുവിധ സംഗീതവും ഇഫക്റ്റുകളും സിനിമയിൽ ഉപയോഗിക്കുന്നില്ല. കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങൾ മാത്രം. വൻമരത്തിന് മുകളിൽ കയറുപിടിച്ച് കയറി നിൽക്കുന്ന യാക്കൂബിന് തേനെടുക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് താഴെ നിൽക്കുന്ന ഈ 6 വയസ്സുകാരനാണ്. തൊട്ടിയും പുകക്കൂടുമൊക്കെ കയറിൽ കെട്ടി മുകളിലേക്ക് അവൻ വിടുന്നു. ഒരിക്കൽ ഇത്തരമൊരു യാത്രയ്ക്കിടയിൽ അപസ്മാര രോഗം വന്ന യാക്കൂബ് നിലത്ത് വീണ് പിടയുന്നുണ്ട്.
കാടിൻ്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛന് കൂട്ടിരിക്കുന്നത് പാവം യൂസഫ്. തേൻ ക്ഷാമം രൂക്ഷമായിരിക്കുന്നു. തേനീച്ചകളെല്ലാം എങ്ങോട്ട് പോകുന്നു എന്ന് യാക്കൂബ് അത്ഭുതപ്പെടുന്നു. തേൻ തേടി വിദൂര വനാന്തർഭാഗത്തേക്ക് ഒരു നാൾ അയാൾ യാത്ര പുറപ്പെടുന്നു. അച്ഛൻ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ മടിയനായ യൂസഫിനെ അമ്മ ശാസിക്കുന്നുണ്ട്. തീൻമേശമേൽ അവൻ്റെ പാൽ അമ്മ കാണാതെ കുടിച്ച് അവനെ പലപ്പോഴും രക്ഷിക്കാറ് അച്ഛനാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തേൻകൂട് വയ്ക്കാൻ പോയ യാക്കൂബ് തിരിച്ചെത്തുന്നില്ല. അച്ഛൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് യൂസഫ്. അവന് മിണ്ടാനും പറയാനും കൂട്ട് അച്ഛൻ മാത്രമാണ്. പലരോടും അന്വേഷിച്ചപ്പോൾ നല്ല സ്ഥലം തേടി യാക്കൂബ് നടക്കുന്നത് കണ്ടവരുണ്ടെന്നറിഞ്ഞു. ഒരു ദിവസം അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരശ്ശീലയ്ക്കടിയിൽ മനോഹരമായ പായ്വഞ്ചി കളിപ്പാട്ടം അവൻ കണ്ടെത്തുന്നു. ഹംദിയെ താൻ തെറ്റിദ്ധരിച്ച് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് കിഴുക്ക് വാങ്ങിക്കൊടുത്തതിൽ യൂസഫിന് വിഷമമുണ്ട്. അവൻ ഹംദിയുടെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ കിടക്കക്കരികിൽ ആ തോണി കൊണ്ടുവയ്ക്കുന്നു. അച്ഛൻ വരുമ്പോൾ നൽകാനായി പലഹാരങ്ങൾ നിർമ്മിക്കുന്ന അമ്മയ്ക്ക് കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടകൾ എടുത്തുകൊണ്ടുപോയി നൽകുന്നത് യൂസഫാണ്. വിശപ്പ് അകറ്റുന്നതിനപ്പുറം ഭക്ഷണത്തിലെ രുചികളെയും പോഷകങ്ങളെയും കുറിച്ചും തേനും പാലും മുട്ടയും കഴിക്കുന്നതിനെക്കുറിച്ചുമുള്ള പ്രസ്താവനകൾ ഈ സിനിമയിൽ മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന പ്രകൃതി എന്ന പോഷണത്തെക്കുറിച്ചാണ് കപ്ലനോഗ്ലു പറയുന്നത്. രാത്രിയിൽ പുറത്തെ ശബ്ദങ്ങളൊക്കെയും അച്ഛൻ്റെ കാൽപ്പെരുമാറ്റമായി കരുതി വാതിലിനടുത്തേക്ക് ഓടുന്ന യൂസഫ്. അന്വേഷണങ്ങളൊന്നും യാക്കൂബിനെക്കുറിച്ച് ഒരു വിവരവും നൽകിയില്ല. ദുശങ്കകൾ പരന്ന മനസ്സുമായി അവൻ്റെ അമ്മ കൂടുതൽ മൗനിയായി. അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അമ്മ നിർബന്ധിക്കാതിരുന്നിട്ടും ഒറ്റ വലിക്ക് പാൽ കുടിച്ചു തീർക്കുന്ന യൂസഫ് അമ്മയുടെ മനസ്സ് അറിയുന്നുണ്ട്. ഗ്രാമീണർ വിവരം പറയുന്നു. യാക്കൂബിന് അപകടം സംഭവിച്ചിരിക്കുന്നു. മൃതശരീരം കൊണ്ടുവരാനായി കുറേ പേർ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ വിവരമൊന്നും അറിയാതെ രാവിലെ സാധാരണ പോലെ യൂസഫ് സ്കൂളിലേക്ക് പോയതാണ്. അന്ന് എല്ലാ ദിവസത്തെയും പോലെ പാഠം ഉറക്കെ വായിക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചതും അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് തന്നെ അണിയിച്ചതും എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. ക്ലാസ് വിട്ട് വീട്ടിലെത്തിയ യൂസഫ് ദൂരെ നിന്ന് തന്നെ വീട്ടിൽ ആൾക്കാർ കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായി. തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് എന്തോ അപകടം പിണഞ്ഞിരിക്കുന്നു. അവൻ കാട്ടിനുള്ളിലേക്ക് കുതിച്ചോടി. തൻ്റെ പരുന്ത് കാട്ടിയ വഴികളിലൂടെ കൊടുങ്കാട്ടിലെ വിജനതയിലൂടെ അവൻ അങ്ങുമിങ്ങും അന്വേഷിച്ചു നടക്കുകയാണ്. പതുക്കെ രാത്രി വന്നു. ഇരുളും തണുപ്പും പൊതിഞ്ഞ വിജനതയിൽ ഒരു മഹാവൃക്ഷത്തിൻ്റെ കീഴിലെ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിലെന്ന പോലെ ചുരുണ്ടുകിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ചു മാത്രമാണ്. സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ ഇടപെടുമ്പോൾ ഒന്നും നടത്താതെ പിന്തുടരുക മാത്രം ചെയ്യുന്നു. ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ഈ സിനിമ ലോകത്താകമാനം വലിയ പ്രശംസ പിടിച്ചുപറ്റി. സ്വപ്നങ്ങളും ബാല്യ കൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിൻ്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്താൻ ഈ സിനിമയിലെ ഒരു ദൃശ്യം മാത്രം മതി. അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ച് വീടിന് വെളിയിൽ ഇരിക്കുകയാണ് യൂസഫ്. മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണുകിടക്കുന്ന അമ്പിളിമാമൻ്റെ പ്രതിബിംബം കൈക്കുമ്പിളിൽ കോരിയെടുക്കാനായിരുന്നു യൂസഫ്. അത് സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ തല കുമ്പിട്ട് വെള്ളത്തിലെ അമ്പിളിമാമനെ മുത്തമിടുകയാണവൻ. അവസാനം യൂസഫ് അതിൽ മുഖം പൂഴ്ത്തുകയും ചെയ്യുന്നു. കൃത്രിമ സംഗീതത്തിൻ്റെ വച്ചുകെട്ടലുകൾ പോലും ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണെന്ന് ഈ സിനിമ പ്രഖ്യാപിക്കുന്നു. പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവും ഭൂപ്രകൃതിയുടെ വന്യതയ്ക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ശാന്തസ്പർശവും നമ്മെ അതിഭൗതികമായ ഒരു സ്വപ്ന പരിസരത്തിൽ എത്തിക്കുകയും ഏറെ നാൾ പിന്തുടരുകയും ചെയ്യും. തീർച്ച. എങ്ങനെയുണ്ട്? കഥ ഇഷ്ടപ്പെട്ടാൽ എന്ത് വേണം? ഞാൻ വായിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഇല്ലേ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.